വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2024 യൂറോ കപ്പിന് വേണ്ടിയിട്ടുള്ള സ്പെയിൻ നാഷണൽ ടീം സ്ക്വാഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ടീമിലുള്ളത്. അല്ലെങ്കിൽ നാഷണൽ ടീമിൽ കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പറ്റം പ്ലെയേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ടീമിലെ 11 പ്ലെയേഴ്സ്, അതായത് 26 അംഗ സ്ക്വാഡിലെ 11 പ്ലെയേഴ്സും 10 മാച്ചിൽ കുറവ് മാത്രമേ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. ആകെ 50 മാച്ചിൽ കൂടുതൽ കളിച്ചിട്ടുള്ളത് നമ്മുടെ ജീസസ് നവാസും അതുപോലെ തന്നെ അൽവാരോ മൊറാട്ടയും മാത്രമാണ്. അപ്പം ഈ ഒരു ടൂർണമെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലാണ്. അവർ ഒരു വല്ലാത്ത ഫേസിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത്, അതായത് ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു ടൂർണമെൻറ്റ് ഈ ഒരു ടഫ് ഗ്രൂപ്പും ഫേസ് ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ടോട്ടലി അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബൂസ്റ്റായിരിക്കും. അപ്പോൾ അത് 2026 വേൾഡ് കപ്പിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വല്ലാത്തൊരു എനർജി കൊടുക്കും. അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സ്പെയിൻ്റെ സ്ക്വാഡിനെ നമ്മൾ ഒരിക്കലും അവർ യങ്സ്റ്റേഴ്സിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആണെന്ന് കരുതിയിട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അവരെ യങ്സ്റ്റേഴ്സൊക്കെ കിടിലം യങ്സ്റ്റേഴ്സാണ്. പിന്നെ ഈ ഒരു ടീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ലാഫ്ലുവൻ്റെ കുറച്ച് ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത പല ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പെയിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഗോൾ കീപ്പറെ നോക്കുന്ന സമയത്ത് ഉനൈ സിമോൺ എടുത്തിട്ടുണ്ട്, അതായത് ഉനൈ സിമോൺ എടുത്തിട്ടുണ്ട്, ഡേവിഡ് റയൻ എടുത്തിട്ടുണ്ട്. ആൻഡ് തേർഡ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് സോസിഡാഡിൻ്റെ അലക്സ് റിമേറോ ആണ്. അപ്പോൾ ഇതിൽ ആര് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ 2021 യൂറോ കപ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഉനൈ സിമോണാണ്. പക്ഷേ ഈ ഒരു ഡേവിഡ് റയ കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഡേവിഡ് റയ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്കോറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ആരൊക്കെ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ ഇവിടെ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുക ഡേവിഡ് റയൻ ആയിരിക്കും. എനിക്കൊന്നും കൂടി താല്പര്യമുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡേവിഡ് റയൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഉനൈ സിമോൺ നല്ല ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ യൂറോയിൽ നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഗോൾ കീപ്പറാണ്. അദ്ദേഹം ഒരു സെൽഫ് ഗോൾ വഴങ്ങിയത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. പക്ഷേ അതിനുശേഷം ആ മാച്ചിൽ തന്നെ ഒരുപാട് കിട്ടിയ സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സോ നൈസ് ഗോൾ കീപ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ നമുക്ക് ജസ്റ്റ് റയനെ വെച്ചിട്ട് നെക്സ്റ്റ് റോളിലേക്ക് പോവാം. അതായത് റൈറ്റ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൂവൺ വിന്നറായിട്ടുള്ള ഡാനി കർവഹാൾ അവർക്കുണ്ട്. അത് വലിയൊരു മുതൽക്കൂട്ടാണ്. ആൾ നിലവിൽ UCL അടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ്, ലീഗ് അടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി അറിയാം, ഫൈറ്റ് ടിൽ എൻഡ്. അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം UCL ഫൈനലിൽ ഒരു കിടിലൻ ഗോളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൂഷ്യൽ മാച്ചിലേക്ക് വരുമ്പോൾ ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി തൻ്റെ ഫുൾ ഔട്ട്പുട്ട് കൊടുത്ത് ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഡാനി കർവഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു സംശയം വേണ്ട, ഡാനി കർവഹാൾ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെഫിനറ്റ്ലി. ഓക്കെ, പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കിൻ്റെ റോളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഡൗട്ടും ഇല്ല, ഗ്രിമാൾഡോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഗ്രിമാൾഡോ ഈ ഒരു സീസണിൽ ഡൊമസ്റ്റിക് ഡബിൾ അടിച്ചിട്ടുള്ള ബയർ ലെവർകൂസന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പെർഫോമൻസ് ഫിനോമിനൽ പെർഫോമൻസാണ്. അദ്ദേഹം ഗോളും ഒരുപാട് അടിച്ച് അസിസ്റ്റ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ റോളായിരുന്നു, അതായത് കൂടുതൽ ഒഫൻസീവ് ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള റോളായിരുന്നു. അപ്പം മൂപ്പർക്ക് ഷൈൻ ചെയ്യാനുള്ള നല്ല ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇനി ഏത് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്പെയിനിലെ റോൾ എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം, ഏത് രീതിയിലാണ് ഇപ്പം ലാഫ്ലുവൻ്റെ അദ്ദേഹത്തിനെ യൂസ് ചെയ്യുക എന്നുള്ളത്. ആൾ നല്ല ടെക്നിക്കൽ ക്വാളിറ്റീസ് ഉള്ളൊരു മനുഷ്യനാണ്. അത് പിന്നെ സെറ്റ് പീസ് എടുക്കാനാണെങ്കിലും പാസുകൾ കൊടുക്കാനാണെങ്കിലും സ്പ്ലിറ്റിംഗ് ബോളുകൾ കൊടുക്കാനാണെങ്കിലും ഷോട്ട് എടുക്കാനാണെങ്കിലും അങ്ങനെ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നല്ല പേസി ആയിട്ടുള്ള പ്ലെയറാണ്. സോ എങ്ങനെ യൂസ് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അടുത്ത ഒരു പ്ലെയർ അവിടെ കുക്കുറയുണ്ട്. കുക്കുറയ ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കുക്കുറയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ ആൾ ലെഫ്റ്റിലും റൈറ്റിലും കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, എനിവേ സ്റ്റാർട്ടറായിട്ട് കാണാൻ ചാൻസ് കുറവാണ്. കാരണം ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്ന മനുഷ്യന്മാർ ഇത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റർ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ടേഴ്സ് ആവാൻ ചാൻസ് കൂടുതൽ ആരൊക്കെയാണ്? ഒന്ന് ഐമറിക് ലപ്പോർട്ടാണ്. അപ്പോൾ ഐമറിക് ലപ്പോർട്ട് സംഭവം സൗദിയിലാണ്, അൽ നാസറിലാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇല്ലാന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യാൻ ചാൻസ് ഭയങ്കര കൂടുതൽ. കാരണം അദ്ദേഹം അൽ നാസറിലാണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ
ലാഫ്ലുവൻറ്റിൻ്റെ ഒരു ഫേവററ്റ് പ്ലെയറാണ് നമ്മളെ ഐമറിക് ലപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ചാൻസ് കാണുന്നത് ഒന്നെങ്കിൽ നാച്ചോ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റോബിൻ ലെ നാർമാൻഡ് എന്ന് പറയുന്ന സോസിരാഡിൻ്റെ പ്ലെയർ ഉണ്ട്. ആൾ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. അദ്ദേഹവും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം അല്ലെങ്കിൽ നാച്ചോ. പേഴ്സണലി എൻ്റെ പിക്ക് എപ്പോഴും നാച്ചോ ആയിരിക്കും. ഓക്കെ, നാച്ചോ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്, ഒരു പ്രോവൺ വിന്നറാണ്, ഫൈറ്ററാണ്. അപ്പോൾ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുക ആ ഒരു നാച്ചോ ആൻഡ് ഐമറിക് ലപ്പോർട്ട് കൂട്ടുകെട്ടായിരിക്കും ഡിഫൻസിൽ. അപ്പം ഗോൾ കീപ്പറെ കുറിച്ചും ഡിഫൻസിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ജീസസ് നവാസ് ഉണ്ട്, അദ്ദേഹത്തിന് 38 വയസ്സായി പ്രായം. അപ്പം അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അപ്പിയർ ചെയ്യാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. പിന്നെ കുറച്ച് എക്സ്ക്ലൂഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ആരൊക്കെയാണ് പുറത്താക്കിയിട്ടുള്ളത്? പൗ കുബാർസിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ലാഫ്ലുവൻ്റ് തന്നെ പറഞ്ഞു, തനിക്ക് ഫീൽ സോറി ഫോർ പൗ കുബാർസി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാഴ്സലോണ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. കാരണം ബാഴ്സ എന്നൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഇവർ യൂറോ കപ്പിലും ഇനി ഒളിമ്പിക്സിലും അവിടെയും ഇവിടെയൊക്കെ ഓടിച്ചിട്ട് പ്ലെയറിനെ അങ്ങോട്ട് എന്താ പറയുക വല്ലാണ്ട് വയ്യാതാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അല്ലെങ്കിൽ ലീഗിൽ അവർ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കളിച്ച് അന്നത്തെ പെഡ്രിൻ്റെ അവസ്ഥ പോലെ ആവുമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിവേ യൂറോയിൽ അദ്ദേഹം ഉണ്ടായിരിക്കില്ല, സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം എന്തായാലും ഒളിമ്പിക്സ് കളിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ പ്രായം 17 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹത്തിന് മുന്നിൽ ഇനി എത്രയോ യൂറോസ് മുന്നിൽ നിൽക്കുന്നുണ്ട്, വേൾഡ് കപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പൗ ടോറസിന് എടുത്തിട്ടില്ല. അത് കുറച്ച് സർപ്രൈസിങ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഈ ഒരു സീസണിൽ നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബ്ലോക്കിൻ്റെ സ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞാലും ഇൻ്റർസെപ്ഷൻസിൻ്റെ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അപ്പം അവിടെയൊക്കെ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. ടീമിന് വേണ്ടിയിട്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് ത്രൂ ഔട്ട് ദ സീസൺ ചാൻസ് കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. പക്ഷേ ലാഫ്ലുവൻ്റിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല. പിന്നെ ഡാനിയൽ വിവിയൻ എന്ന അത്ലറ്റിക്കോ ബിൽബാവിൻ്റെ കളിക്കാരനുണ്ട് അവിടെ ബാക്കപ്പ് ഓപ്ഷനായിട്ട് സെൻറ്റർ ബാക്ക് റോളിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾ കീപ്പറും ഡിഫൻസും സെറ്റായിട്ടുണ്ട്. ഗോൾ കീപ്പറായിട്ട് ഡേവിഡ് റയ, റൈറ്റ് ബാക്കായിട്ട് ഡാനി കർവാൾ, ലെഫ്റ്റ് ബാക്കായിട്ട് ഗ്രിമാൾഡോ, സെൻറ്റർ ബാക്കായിട്ട് ഐമറിക് ലപ്പോർട്ടും കൂടെ നാച്ചോ ആയിരിക്കും എൻ്റെ പിക്ക്. ഓക്കെ, പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടാലൻസ് ഉള്ള ടോപ്പ് പ്ലെയേഴ്സുള്ള മിഡ്ഫീൽഡാണ് സ്പെയിൻ്റെ മിഡ്ഫീൽഡ് എല്ലാ കാലത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പിവറ്റ് റോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് റോഡ്രിയാണ്. റോഡ്രി നിലവിൽ ലോക ഫുട്ബോളിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അദ്ദേഹം എന്തായാലും അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആളുടെ ക്രിയേറ്റിവിറ്റി, ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ്, ആളുടെ ആ ഒരു ലോങ് ബോളുകൾ, ഓപ്പണൻസിനെ ഔട്ട് ഓഫ് ഷേപ്പ് ആക്കാൻ പറ്റുന്ന മൂപ്പരുടെ ആ ഒരു എബിലിറ്റി, അതായത് ആർക്കും കണ്ണും പൂട്ടി വന്നിട്ട് ഈ ചങ്ങായിനെ പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൾ അൾട്ടിമേറ്റ് പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആരും പ്രസ് ചെയ്യാനൊന്ന് പേടിക്കും. കാരണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, ഷേപ്പ് പോവും, ത്രൂ ബോൾ വരും, കഥ കഴിയും. അപ്പം അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ സ്പെയിൻ്റെ ടീമിൽ ഏറ്റവും വലിയൊരു ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത് അത് റോഡ്രിയാണ്. പിന്നെ റോഡ്രിൻ്റെ മറ്റൊരു പ്രത്യേകത ക്രൂഷ്യൽ മൊമെൻറ്റ്സിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പോൾ അതും ഓപ്പണൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തലവേദന നൽകുന്ന ഒരു സംഗതിയാണ്. കാരണം ബാക്കി എല്ലാവരും പൂട്ടിക്കഴിഞ്ഞാലും അവസാനം റോഡ്രി വന്ന് ഗോൾ അടിച്ചിട്ട് സ്പെയിൻ പോയിൻറ്റും കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം അത്തരത്തിൽ പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ മിഡ്ഫീൽഡിലെ മറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കും. ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായിട്ട് അവിടെ ഫാബിയൻ റൂയിസ് ഉണ്ട്. ഫാബിയൻ റൂയിസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഡിഫറൻറ്റ് പൊസിഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡാനി ഓൾമോ മിഡ്ഫീൽഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് ഉണ്ട്. ഫെർമിൻ ലോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. പിന്നെ നമ്മുടെ പെഡ്രി അവിടെയുണ്ട്, ഒരു ക്രിയേറ്റീവ് പ്ലെയറായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഫാബിയൻ റോയ്സും പെഡ്രി ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബയേന അവൈലബിൾ ആണ്, മൈക്കൽ മെറീനോ അവൈലബിൾ ആണ്. മൈക്കൽ മെറീനോ നിലവിൽ ബാഴ്സേൻ്റെ ടാർഗറ്റൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ആൾ അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്, നല്ലൊരു പ്ലേ മേക്കറാണ്, ഒരു ഡീസൻറ്റ് പ്ലേ മേക്കറാണ്. ഓക്കെ, എന്തായാലും പെഡ്രിയിൽ ഇവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൈക്കിൾ മെറീനോനേക്കാളൊക്കെ. അതുപോലെ തന്നെ PSG വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ആണ് ഈ അടുത്ത് ഫാബിയൻ റൂയിസ് കാഴ്ചവെച്ചിട്ടുള്ളത്. സോ അദ്ദേഹത്തിനും കൂടുതൽ മിനിറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതായത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അവിടെ സുബിമെൻഡി ഉണ്ട്. സുബിമെൻഡിയും റോഡ്രിയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന
സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ യങ്സ്റ്റേഴ്സാണ്. അതായത് ഇപ്പുറത്ത് ലാമിൻ യമാലാണെങ്കിൽ, അതായത് റൈറ്റ് സൈഡിൽ ലാമിൻ യമാലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് നിക്കോ വില്യംസ് ആണ്. രണ്ടും പൊടി മക്കളാണ്, പക്ഷേ രണ്ടുപേരുടെയും എബിലിറ്റി അപാരമാണ്. രണ്ടുപേരും ട്രാൻസിഷനിൽ ടീമിനെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. നല്ല പേസുള്ള പ്ലെയേഴ്സാണ്. കൃത്യമായിട്ട് ടേക്ക് ഓൺ ചെയ്തിട്ട് ഓപ്പണൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. അപ്പം അത്തരത്തിലുള്ള ക്വാളിറ്റീസുള്ള ഹൈലി റേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസ്പെക്ട്സ് ആണ് രണ്ടുപേരും, ലെഫ്റ്റിൽ നിൽക്കുന്നത് റൈറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റിൽ വില്യംസും അതുപോലെ റൈറ്റിൽ നമ്മുടെ ലാമിൻ യമാലും. പിന്നെ ഇവിടെ മിസ് ഔട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിങ്ങർമാരുടെ ഓപ്ഷനിൽ ഒന്ന് അസെൻസിയോ ആണ്. അസെൻസിയോ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് വന്നിട്ട് പലപ്പോഴും കിടിലൻ ഗോൾസ് അടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ ലാഫ്ലുവെൻഡ സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ടീമിലൊരു പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു ലൂക്കാസ് വാസ്കുസ്. ലൂക്കാസ് വാസ്കുസിനെയും അദ്ദേഹം സ്ക്വാഡിൽ എടുത്തിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും പറഞ്ഞല്ലോ, അവരെന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ലെഫ്റ്റിൽ നമ്മുടെ ഡാനി ഓൾമോയും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 2021 യൂറോ കപ്പിൽ അവിടെ ഡാനി ഓൾമോ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. സോ ഏത് രീതിയിൽ അവരെ എല്ലാം കൂടി യൂസ് ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രൈക്കറായിട്ട് ഓഫ് കോഴ്സ് അൽവാരോ മൊറാട്ടനായിരിക്കും ടീമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ്, യൂറോപ്പിലെ ജയൻസിന് വേണ്ടി കളിച്ചിട്ടുള്ള മനുഷ്യനാണ്. പലപ്പോഴും ചാൻസൊക്കെ മിസ് ചെയ്യും എന്നൊക്കെ നമ്മൾ വിമർശിക്കുമെങ്കിൽ പോലും ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പക്കാ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ആൽവാരോ മൊറാട്ടോ മാത്രമാണ്. അതായത് ഒരു ഹൈ ക്വാളിറ്റി സ്ട്രൈക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 3-4 മനുഷ്യന്മാരുണ്ട്. വാറ്റ്കിൻസ് ഉണ്ട്, കെയ്ൻ ഉണ്ട്, ഐവൻ ടോണി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ അത്രത്തോളം ചോയ്സസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ മൈക്കൽ ഒയർസബാൽ ഉണ്ട്. ആൾ നല്ല പ്ലെയറാണ്. കഴിഞ്ഞ യൂറോയിലും കളിച്ചിട്ടുള്ള പ്ലെയറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ട ഓർമ്മയുണ്ട്. പിന്നെ ഹൊസേലും ഉണ്ട്. അപ്പോൾ ഹൊസേലു ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും എന്തായാലും. പിന്നെ അയോസിയ പെറസ് ഉണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 4-5 മത്സരങ്ങൾ മാത്രമേ നിലവിൽ സ്പെയിനിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. പക്ഷേ 30 വയസ്സായിട്ടുണ്ട്. റിയൽ ബെറ്റിസിൻ്റെ പ്ലെയറാണ്. ആൾ ഒരു സ്ട്രൈക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളി ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പെയിനിൻ്റെ സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ടീമിൽ അവിടെ ഇവിടെയും പല വിന്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടീം വളരെ യങ്ങാണ്. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നോക്കുന്ന സമയത്ത് ലാമിൻ യമാലാണെങ്കിലും നിക്കോ വില്യംസ് ആണെങ്കിലും ഇവരൊക്കെ അപാര പ്രോസ്പെക്ട്സ് ആണെങ്കിലും പക്ഷേ ഇവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ഇവർ ഇത്തരത്തിലുള്ള ബിഗ് മാച്ചസിൽ ബിഗ് ഓപ്പണൻസിനെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ബിഗ് ഓപ്പണൻസിനെ ഫേസ് ചെയ്യുമ്പോൾ തകർന്ന് വീഴുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ജസ്റ്റ് ആ ഒരു പോയിൻ്റ് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫൻസിൽ പൗ ടോറസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഇത്. പക്ഷേ പൗ ടോറസ് ഇല്ല. പിന്നെ മിഡ്ഫീൽഡ് അത്യാവശ്യം കുഴപ്പമില്ല. ക്രിയേറ്റിവിറ്റി ആൻഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള മിഡ്ഫീൽഡാണ്. കാരണം റോഡ്രി ഉണ്ട്, പെഡ്രി ഉണ്ട്, അതുപോലെ ഫാബിയാൻ റൂയിസ് ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ അത്ലറ്റിസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർമിൻ ലോപ്പസ് ഒക്കെ ഉണ്ട് ബെഞ്ചിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സ്പെയിനിൻ്റെ ഒരു ചാൻസുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ്. ഒന്ന്, ടീമിലെ ഈ ഒരു എക്സ്പീരിയൻസ് കുറവ് മേ ബി അവരെ മോശമായിട്ട് സ്വാധീനിച്ചേക്കാം, അതായത് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. പിന്നെ അവർക്ക് നേരിടാനുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റലി, അതുപോലെ ക്രൊയേഷ്യയുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പിലെ മറ്റൊരു ടീമിനെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെത്താണിത്. അപ്പോൾ ഇറ്റലിനെയും ക്രൊയേഷ്യനെയും പരാജയപ്പെടുത്തിയിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിമാസ്കനാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. 3 ടീമിനെ സംബന്ധിച്ചിടത്തോളം സീൻ തന്നെയാണ്. പിന്നെ ടീമിൽ നിന്ന് മിസ്സായിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയതാണ്. പെഡ്രോ പോറോ ഈ ഒരു സീസണിൽ സ്പേഴ്സിന് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള പ്ലെയറാണ്. ഒഫൻസീവ്ലി ആൻഡ് ഡിഫെൻസീവ്ലി ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒഫൻസീവ് ക്വാളിറ്റിയിൽ എന്നും എനിക്ക് വിശ്വാസമുണ്ട്. ഡിഫെൻസീവ് ക്വാളിറ്റിയിലാണ് ഡൗട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സീസണിൽ ആൾ ഡിഫെൻസീവ്ലി ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് ചില മിസ്സിങ്ങുകൾ പറയുമ്പോൾ ഹൊസേ ഗയ എന്ന ലെഫ്റ്റ് ബാക്കിനെ അവർ സ്ക്വാഡിൽ എടുത്തിട്ടില്ല. പിന്നെ കെപ്പ മിസ്സിംഗ് ആണ്. കുബാർസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചു. പിന്നെ ലൊറൻ്റെ 33 മെൻ സ്ക്വാഡിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ലൊറൻറ്റേനെ പുറത്താക്കിയതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ലൊറൻറ്റേനെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആയിട്ടാണ് എടുത്തത്. പക്ഷേ മറ്റുള്ള പോസ്റ്റിലൊക്കെ കൃത്യമായിട്ടുള്ള പ്ലെയേഴ്സ് സെറ്റായി, അതുകൊണ്ടാണ് ലൊറൻറ്റേനെ പുറത്താക്കുന്നതെന്നാണ്. പിന്നെ അസെൻസിയോ മിസ്സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതൊക്കെയാണ് ടീമിലെ മേജർ മിസ്സിങ്. അസെൻസിയോ മിസ്സായത്
ഒരു മിസ്സിങ് തന്നെയാണ്. കാരണം ആൾ പല സമയത്തും നമ്മൾ അദ്ദേഹത്തിന് എഴുതി തള്ളിയ സമയത്തൊക്കെ സൂപ്പർ സബ്ബായിട്ട് വന്നിട്ട് അടിച്ച് മിന്നാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പോൾ നോക്കാം ലാഫ്ലുവിൻ്റെ ടോട്ടലി എങ്ങനെ പിള്ളേരെ യൂസ് ചെയ്യും, അതുപോലെ എക്സ്പീരിയൻസിൻ്റെ ടീമിൽ എത്രത്തോളം യൂസ് ചെയ്യും. ഡേവിഡ് റൈ ആണോ ഉനൈ സിമോണോ ആണ് സ്റ്റാർട്ട് ചെയ്യുക, സെൻട്രൽ ബാക്ക് ഡു ആരൊക്കെ ആയിരിക്കും, റോഡ്രിക്ക് പുറമെ മിഡ്ഫീൽഡിൽ ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യും, വിങ്സിൽ ഇനി ഡാനി ഓൾമ വരുമോ അതോ നിക്കോയും ലാമിൻ യമാലും മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്പെയിനിൻ്റെ പ്രതീക്ഷകളെ കുറിച്ച്, സ്ക്വാഡിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.